അപ്പോൾ എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മുടെ ചേച്ചി ഇവിടെ നിന്ന് പോട്ടെ. ചേച്ചി നമസ്കാരം. ഞങ്ങൾ ചേച്ചിയുടെ കാര്യം പറയായിരുന്നു. രാവിലെ വന്ന് ഈ ബീച്ച് കാണുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ആകെ സങ്കടം വരുന്നത്. എല്ലാ ദിവസവും രാവിലെ ചേച്ചിയെ പോലുള്ളവർ വന്ന് ക്ലീൻ ചെയ്യും. എത്ര പേരുണ്ട് ചേച്ചി നിങ്ങളിവിടെ? 16 പേര്. രാവിലെ തന്നെ 16 പേരും വരുമോ പല സ്ഥലങ്ങളിലായിട്ട് അല്ലേ? രാവിലെ വന്ന് ഇവർ ഇത്രയും കഷ്ടപ്പെട്ട് ഇത് വൃത്തിയാക്കിയിട്ട് പോകും. ഇപ്പോൾ നോക്കൂ ആൾക്കാരല്ലേ വന്ന് വലിച്ചെറിഞ്ഞിട്ട് പോവുക. ചേച്ചി എവിടുന്നാ വരുന്നത്? ഞാൻ പയ്യാനക്കൽ ചക്കൻകോട്. എന്താ പേര് ചേച്ചിയുടെ? സന്ധ്യ. സന്ധ്യ. എത്ര മണിക്ക് രാവിലെ ഇവിടെ വരും? രാവിലെ ഇവിടെ ഞങ്ങൾക്ക് പഞ്ചിങ് 7 മണിക്കാണ്. 6 മണിക്ക് വീട്ടിൽ നിന്ന് 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി എത്ര മണിക്ക് കഴിയും ഇത് ഏകദേശം? ഞങ്ങൾക്ക് 1 മണി വരെ. 1 മണി വരെ. ഇപ്പോൾ ഒരുപാട് കൂടുന്നില്ലേ ഈ പ്ലാസ്റ്റിക് മാലിന്യമൊക്കെ? എന്താ ഇങ്ങനെ കൂടുന്ന കാരണം ചേച്ചി? പെരുന്നാളായത് കാരണം കൊണ്ട് ഇവിടെ ഫുഡ് വേസ്റ്റ് മുഴുവനും വീട്ടിലുള്ള കാര്യങ്ങളെല്ലാം ഇവരെ അവിടെയാണ് കൊണ്ടുവന്നത്. എന്ത് കഷ്ടം. ഒരു കാരണവശാലും നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഇതേപോലുള്ള 16 പേര് ഇവിടെ പണിയെടുക്കുക രാവിലെ മുതൽ. ഒരു ഉച്ചയാകുമ്പോഴേക്കും ഇത് ഏകദേശം ക്ലീൻ ആക്കി പോകും. തിരിച്ച് പിറ്റേ ദിവസം വൈകുന്നേരം ആവുന്നതോടുകൂടി ഇത് പഴയ പോലെ ആവും. അതെ സർ. അല്ലേ? എന്തൊക്കെയാണ് കൂടുതൽ വേസ്റ്റ് അവർ കൊണ്ടെടുത്തത്? കൂടുതൽ പാമ്പേഴ്സ് ഉണ്ടാവും. അത് ഞങ്ങൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞതാണ്. പാമ്പേഴ്സ് അതായത് കൊച്ചുകുട്ടികളെ നിങ്ങൾ കൊണ്ടുവരുന്നത് നല്ലതാണ്. പക്ഷേ പാമ്പേഴ്സ് നിങ്ങൾ അവരുടെ വിസർജ്യങ്ങൾ അടങ്ങിയ പാമ്പേഴ്സ് നിങ്ങൾ ഒരു കാരണവശാലും ഇവിടെ ഇട്ട് പോകരുത്. ഇവരും മനുഷ്യരല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മലമൂത്ര വിസർജനം എടുക്കാൻ വേണ്ടിയല്ലല്ലോ അവർ ഈ പണി ചെയ്യുന്നത്. അത് നിങ്ങളിത് നന്നായിട്ട് ഡിസ്പോസ് ചെയ്യാൻ പഠിക്കൂ. ബി റെസ്പോൺസിബിൾ. കോഴിക്കോടിന് ഒരു നല്ല പേരുള്ളേ ഒരു മഞ്ചുള്ള ഒരു നാടല്ലേ അല്ലേ? ഇതിൽ ഈ മനുഷ്യർ പക്ഷേ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. പ്രത്യേകിച്ച് ഈ സമയത്ത് എന്തൊരു ഫുഡ് വേസ്റ്റ് ഉണ്ടാവും അല്ലേ? ഫുഡ് വേസ്റ്റ് എല്ലാം ഉണ്ടാവും. ബിരിയാണി, മന്തി, പൊരിച്ചിറച്ചി എല്ലാം ഉണ്ടായിരിക്കും. പിന്നെ വീട്ടിലെ എല്ലാ വേസ്റ്റുകളും ഇപ്പൊ ഇവിടെയാണ്. വീട്ടിലെ വേസ്റ്റ് എന്ത് കഷ്ടമാണെന്നൊന്ന് ആലോചിച്ച് നോക്കും. ഇതിനെതിരെ ശരിക്കും പറഞ്ഞാൽ കോഴിക്കോടിന്റെ പൗരസമിതി ഉണർന്ന് പ്രവർത്തിക്കുക തന്നെ വേണം. അങ്ങനെ ചെയ്യുന്നത് മഹാപാപമാണ്. ഒന്ന് ആലോചിച്ച് നോക്കും. ഈ പ്രദേശത്ത് ഇത്രയും ദൂരം എത്ര കിലോമീറ്റർ ഉണ്ടാവും? ഇത് ഏകദേശം ഒരു 2-2.5 കിലോമീറ്ററോളം ബീച്ച് വൃത്തിയാക്കണ്ടേ അല്ലേ? സൗത്ത് തൊട്ടിട്ട് അവിടെ വരെയുണ്ട്. സൗത്ത് മുതൽ ഇവിടം വരെ അല്ലേ? ഇത് അങ്ങോട്ട് തൂത്താലും ഇത് നീങ്ങത്തുമില്ല. മഴയാകുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ട്. മഴയാവുന്ന സമയത്ത് അപ്പോൾ ഫുഡ് വേസ്റ്റ് കൊണ്ടുവരുന്നുണ്ട്, പാമ്പേഴ്സ് കൊണ്ടുവരുന്നുണ്ട്, പ്ലാസ്റ്റിക് വേസ്റ്റ് അല്ലേ? ഇതെല്ലാം കൊണ്ടുവന്ന് ഇവിടെ ഇട്ടിട്ടാണ് പോകുന്നത്. വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചേച്ചി തന്നെ നിങ്ങളോട് പറയും ഒരു കാരണവശാലും ഇത് ഇടരുതെന്ന് ചേച്ചി തന്നെ അവരുടെ അടുത്ത് പറഞ്ഞേക്കും. നിങ്ങളിത് കൊണ്ടുവരുന്ന ദയവ് ചെയ്ത് ഇങ്ങനത്തെ വേസ്റ്റുകളെല്ലാം കൊണ്ടുവന്ന് ഇവിടെ ഇടരുത്. ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട്. ഞങ്ങൾ അത്രയും ബുദ്ധിമുട്ടിലാണ്. എന്നാലും ചെയ്യുന്നുണ്ടെങ്കിലും ഇവിടെ വരുന്ന എല്ലാവരും ഇതന്നെയാണ് ചെയ്യുന്നത്. ദയവ് ചെയ്ത് ഇങ്ങനെ ചെയ്യരുതെന്ന് ഒരു കാരണവശാലും നിങ്ങൾ ചെയ്യരുത്. നമ്മൾ ചേച്ചിമാർക്ക് വേണ്ടി മാത്രമല്ല, കോഴിക്കോടിൻ്റെ അന്തസ്സ് നിങ്ങളായിട്ട് കെടുത്തരുത്. കോഴിക്കോട് കാണാൻ വന്നോളൂ, ബീച്ച് കണ്ടോളൂ, സന്തോഷിച്ച് നിങ്ങൾ പൊക്കോളൂ. നിങ്ങൾ ഇവിടെ വന്നിരുന്ന് ഭക്ഷണം കഴിച്ചോളൂ. നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ ആ വേസ്റ്റ് കൊണ്ടുപോവുക. നിങ്ങളുടെ കുട്ടികളുടെ വേസ്റ്റ് ആണെങ്കിലും അതൊക്കെ നിങ്ങൾ കൊണ്ടുപോവുക. അപ്പോൾ താങ്ക് യു ചേച്ചി. അപ്പോൾ ചേച്ചിയുടെ പണി നടക്കട്ടെ. ഓക്കെ, താങ്ക് യു.